Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 14 ആണ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ SEOനെ കുറിച്ചാണ് 2 ചാപ്റ്ററിൽ പഠിച്ചത്. ഇവിടെ പഠിക്കാൻ പോകുന്നത് SEMനെ കുറിച്ചാണ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇറ്റ് റെഫേഴ്സ്, അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോക്കസ്ഡ് ഓൺ ഇൻക്രീസിംഗ് വെബ്സൈറ്റ്സ് വിസിബിലിറ്റി ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസ്. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസിൽ നമ്മുടെ വെബ്സൈറ്റിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SEM റെഫേഴ്സ് ടു യൂസിങ് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് ആയിരിക്കും സെർച്ച് എഞ്ചിനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ, പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ, സർവീസിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗൂഗിൾ ആഡ്സ് ആണെന്ന് വരുന്നത്, പിന്നെ ബിങ് ആഡ്സ് ആണ് വരുന്നത്. അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ട പോയിട്ട് SEM എന്താണെന്ന് ആദ്യം പഠിക്കുക. അതിനുശേഷം എന്തൊക്കെ ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ കോമ്പോണൻസ് ആണ് SEMലുള്ളത്. പെയ്ഡ് സെർച്ച് അഡ്വർടൈസിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക, PPC അഡ്വർടൈസിങ്, പേപ്പർ ക്ലിക്ക്, ഗൂഗിൾ ആഡ്സ്, റീമാർക്കറ്റിംഗ് വരുന്നുണ്ട്. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റിംഗ് യൂസേഴ്സിനെ പ്രീവിയസ്ലി നമ്മൾ വിസിറ്റ് ചെയ്യുക, വെബ്സൈറ്റ് വിത്ത് ടൈലേർഡ് ആഡ് കൊണ്ട് അവർ വിസിറ്റ് ചെയ്യുക, ആഡ് ഡിസ്പ്ലേ ചെയ്യുക സ്പെസിഫിക്കലി ആ യൂസേഴ്സിനടുത്ത് ഹു ഹാവ് ഷോൺ ഇൻട്രസ്റ്റ്. നമ്മളൊരു ആഡ് വരുമ്പം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു റീമാർക്കറ്റിംഗ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഒന്നുകൂടി കൂട്ടുക എന്നുള്ളതാണ്. ഫങ്ഷനാലിറ്റി ഓഫ് ആഡ്സ് ബൈ ആഡിങ് കുറച്ചുകൂടി എക്സ്ട്രാ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സ്, സൈറ്റിൻ്റെ ലിങ്കുകൾ, ലൊക്കേഷൻ ഇൻഫർമേഷനും അഡീഷണൽ ടെക്സ്റ്റും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ആഡ് എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലാൻഡിങ് പേജ് ഓപ്റ്റിമൈസേഷനാണ്. ലാൻഡിങ് പേജ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേജസ് കൂടുതൽ എൻഷുർ ചെയ്യേണ്ടത് എന്താ, യൂസേഴ്സ് ഹു ക്ലിക്ക് ഓൺ ആഡ്സ് ആർ ഡയറക്റ്റഡ് ടു റെലവൻറ്റ് ഹൈ ക്വാളിറ്റി പേജസ് ദാറ്റ് മാച്ച് ദെയർ സെർച്ച് ഇൻറ്റൻറ്റ്. ഒരു പരസ്യം വരുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ സെർച്ച് ഇൻറ്റൻറ്റ് എന്താണോ അതിലേക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇഫക്റ്റീവായിട്ടുള്ള ലാൻഡിങ് പേജസ് ഒക്കെ ഡിസൈൻ ചെയ്യണം. എന്താ വെച്ചാൽ വിസിറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റമേഴ്സിന് നല്ലൊരു ക്ലിയർ കോൾ ടു ആക്ഷൻ കൊടുത്തുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യുക. 7ാമത്തെ പോയിന്റിൽ കീവേഡ് റിസർച്ച് ആൻഡ് മാനേജ്മെൻ്റ് ആണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് റിസർച്ച് ചെയ്യുക, കീവേഡ്സ് ഒക്കെ വളരെ ഹൈ സെർച്ച് വോളിയം ആൻഡ് റിലവൻസ് ഓഫ് ദ ബിസിനസ് അനുസരിച്ച് കീവേഡ്സ് ഒക്കെ മാനേജ് ചെയ്യുക, റിഫൈൻ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. ആഡ് കോപ്പി റൈറ്റിംഗ് ആണ് പിന്നെ വരുന്നത്. വളരെ എസെൻഷ്യൽ ആണ്. യൂസേഴ്സിനെ അട്രാക്റ്റും ചെയ്യുന്നുണ്ട്. എൻകറേജിങ് ക്ലിക്സ്, ഇഫക്റ്റീവ് കോപ്പി, ഷുഡ് ഇൻക്ലൂഡ് റെലവൻറ്റ് കീവേഡ്സ്. അതിൽ ഹൈലൈറ്റ് ചെയ്യുക എന്താണ് നമ്മുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് അവിടെ കൊടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ബിഡ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ബിഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ ബിഡ് എങ്ങനെ സെറ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നല്ലൊരു പെർഫോമൻസും കോമ്പറ്റീഷനും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഓഡിയൻസ് ടാർഗറ്റിംഗ്, ആരാണ് നമ്മുടെ ഓഡിയൻസ്, അവരുടെ ഡെമോഗ്രാഫി, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ A/B ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആഡ് വേരിയേഷൻസ്, ഹെഡ്ലൈൻസോ കോപ്പിയോ കോൾ ടു ആക്ഷനോ അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ പെർഫോം ബെറ്റർ ആണോ അല്ലേ എന്നുള്ളത്. കൺവേർഷൻ ട്രാക്കിംഗ് ഉണ്ടായിരിക്കും. എത്രത്തോളം ആളുകളെ നമുക്ക് ഈ ഒരു ടൂൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നോക്കുന്നത്. അതായത് സബ്മിഷൻസ് വരിക, പർച്ചേസ്, ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ടാവുക കൂടുതലായിട്ട്. അവരെ ഇവാലുവേറ്റ് ചെയ്യുക ക്യാമ്പയിൻ പെർഫോമൻസിനൊക്കെ. 13ാമത്തേൽ ബഡ്ജറ്റ് മാനേജ്മെൻ്റ് ആണ്. നല്ല രീതിയിലൊരു ബഡ്ജറ്റിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക ഫണ്ടിനൊക്കെ വേരിയസ് ക്യാമ്പയിൻസിനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ പെർഫോമൻസും ഗോൾസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. കോമ്പറ്റീറ്റർ അനലൈസിസ് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, അവർ കീവേഡ് ചോയ്സ് എന്താണ്, അതിന് ആഡ് കോപ്പി വരുന്നുണ്ടോ, ബിഡിങ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിരുന്നു കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ SEM എന്താണെന്നുള്ളതും അതിൻ്റെ 14 ടെക്നിക്സാണ് ഇവിടെ പറഞ്ഞത്. സോ essay ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ SEMൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇമ്മീഡിയറ്റ് വിസിബിലിറ്റി ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിസിബിൾ ആവും. ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ആണ് വരുന്നത്. ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. മെഷറബിൾ റിസൾട്ട്സ് ഉണ്ടായിരിക്കും. ആൻഡ് കോംപ്ലിമെൻ്റ് ആണ്. SEOൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ആണ് SEM എന്ന് പറയുന്നത്.
SEM ക്യാമ്പയിൻ്റെ കീവേഡ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ടൈപ്സ് ഏതൊക്കെയാണ്. ഒന്ന്, ബ്രോഡ് മാച്ച് കീവേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടേമുമായിട്ട് ഇൻക്ലൂഡിങ് സിനോണിം, ഒരേ വേർഡ്സോ മീനിങ്ങോ ഓർഡറോ ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ബ്രോഡ് മാച്ച് കീവേഡ് എന്ന് പറയുന്നത്. ഫ്രേസ് മാച്ച് കീവേഡ് വരുന്നുണ്ട്. ആ കീവേഡിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ കീവേഡ്സ് ദാറ്റ് മാച്ച് സെർച്ചസ് വിത്ത് എക്സാക്ട് ഫ്രേസ്, നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആ ഒരു ഫ്രേസ് ക്ലോസ് വേരിയേഷൻസ് അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ കീവേഡ്സ് നോക്കുക. അഡീഷണൽ വേർഡ്സും കൂടി എന്തെങ്കിലും മുമ്പിലോ ബാക്കിലോ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് ഫ്രേസ് മാച്ച് കീവേഡ് എന്ന് പറയുന്നത്. പിന്നെ എക്സാക്ട് മാച്ച് കീവേഡ്സ് വരുന്നുണ്ട്. കീവേഡ്സ് ദാറ്റ് മാച്ച് സെർച്ചസ് വിത്ത് എക്സാക്ട് ടേംസ്, കറക്റ്റ് ക്ലോസ് ആയിട്ട് ഒരു ആ വേരിയേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എക്സാക്ട് മാച്ച് കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് വരാം. Keywords for which ad should not be appear. For example, if the keyword is running shoes, a negative keyword might be free to avoid showing ad to users searching free running shoes. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ലോങ് ടൈൽ ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തു. അതാണ് ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ ബ്രാൻഡഡ് കീവേഡ് ഉണ്ട്. ബ്രാൻഡഡ് കീവേഡ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രാൻഡ് നെയിം കൂടി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നമുക്ക് ആ ഒരു ട്രാഫിക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നോൺ ബ്രാൻഡഡ് കീവേഡ്സ് ഉണ്ട്. അവിടെ ഒരിക്കലും ഒരു ബ്രാൻഡ് നെയിം ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കോമ്പറ്റീറ്ററുടെ കീവേഡ്സ് നോക്കുക. അപ്പോൾ ഇത്രയാണ് SEM ക്യാമ്പയിൻ്റെ കീവേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ബിസിനസ്സിൻ്റെ ഗോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനനുസരിച്ച് ഓഡിയൻസ്, നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനനുസരിച്ച് കീവേഡ് റിസർച്ച് ടൂൾസ് യൂസ് ചെയ്യുക. പിന്നെ അനലൈസ് ചെയ്യുക നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അവരുടെ സ്ട്രാറ്റജിയും എല്ലാം, അവരുടെ കോപ്പീസ്, ലാൻഡിങ് പേജസ്, അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുക. ഗ്രൂപ്പായിട്ടുള്ള കീവേഡ്സ് ബൈ തീം പ്രകാരമുള്ള ഗ്രൂപ്പ് കീവേഡ്സ് കൊടുക്കുക. ടെസ്റ്റ് ആൻഡ് റിഫൈൻ. ഇത്രയും ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് റീസൺ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് ഇനി റിഫൈൻ ചെയ്യുക. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിലവിലുള്ള അതിനെ ഒന്നും കൂടിയിട്ട് റിഫൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു പോയിന്റിൽ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത് 6 പോയിന്റിൽ 6 മാർക്കിന് അവിടെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കീവേഡ് ടാർഗറ്റിംഗ് 3 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കീവേഡ് ടാർഗറ്റിംഗ്. കീവേഡ് അതായത് സെലക്ട് ചെയ്യുകയാണ്. ഒരുപാട് കീവേഡ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയതൊന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു സ്ട്രാറ്റജിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റ് ക്യാമ്പയിനിങ്ങിൽ. ഈ ഒരു സ്ട്രാറ്റജി പ്രൈമർലി എംപ്ലോയ് ചെയ്ത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിലായിരുന്നു. അവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ബിഡ് ചെയ്യാൻ തുടങ്ങി കീവേഡ്സ് ടു ഡിസ്പ്ലേ ദെയർ ആഡ്സ് ടു യൂസേഴ്സ് ആക്റ്റീവ്ലി സെർച്ചിങ് ഫോർ ദോസ് ടേംസ് ഓൺ സെർച്ച് എഞ്ചിൻ ലൈക്ക് ഗൂഗിൾ. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ ഇമ്പോർട്ടൻസ്, കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്ന്, നമുക്ക് റെലവൻ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, വളരെ കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കണം, ബെറ്റർ യൂസർ എൻഗേജ്മെൻറ്റ്, നല്ല രീതിയിൽ നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക കൺവേർഷൻ റേറ്റിനെ, സ്ട്രാറ്റജിക് പൊസിഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുക, കണ്ടിന്യൂസ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത മെയിൻ ടോപ്പിക്കാണ് ഗൂഗിൾ ആഡ് അല്ലെങ്കിൽ ആഡ്വേർഡ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ആഡ് പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റി. ഈ ഗൂഗിൾ ആഡിൻ്റെ ഒന്ന്, ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് ആഡ് ക്രിയേഷൻ, പിന്നെ ഒന്ന് കീവേഡ് ടാർഗറ്റിംഗ് വരുന്നുണ്ട്, ആൻഡ് ബിഡ് ഓപ്ഷൻ വരുന്നുണ്ട്, ക്യാമ്പയിൻ സെറ്റിങ്സ്, പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക, റീമാർക്കറ്റ് ചെയ്യുക, എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുക. ഇനി അടുത്ത് വരുന്ന ആഡ് ക്രിയേഷനാണ്. ആഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഇവിടെ വരുന്നത്. ഒന്ന്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക, അത് ടെക്സ്റ്റ് ആണോ, ഇമേജ് ആണോ, വീഡിയോ ആണോ, റെസ്പോൺസീവ് ആണോ, ആപ്പ് ആണെന്നൊക്കെ നോക്കുക. അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ക്രാഫ്റ്റിംഗ് കമ്പല്ലിംഗ് കോപ്പി. അതായത് ഈ ഒരു ആഡ് കോപ്പിയിൽ പ്രധാനമായിട്ട് ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, അഡീഷണൽ ടെക്സ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് കൺസൈസ് ആയിരിക്കണം, എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ലൈൻ ഉണ്ടായിരിക്കും, ഡിസ്പ്ലേ URL ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ
ചെയ്തിരിക്കുക. നാലാമത്തേൽ ആഡിങ് എക്സ്റ്റൻഷൻസ് ആണ്. പിന്നെയും നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻസോ ഫീച്ചേഴ്സോ ഒക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സൈറ്റ് ലിങ്കോ കോൾ ഔട്ട് എക്സ്റ്റൻഷനോ സ്ട്രക്ചർഡ് സപ്പോർട്ട് സ്നിപ്പറ്റും ലൊക്കേഷൻ എക്സ്റ്റൻഷൻസും കോൾ എക്സ്റ്റൻഷനും ഒക്കെയാണ് അവിടെ വരുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ സെലക്ടിങ് ടാർഗറ്റ് ഓപ്ഷൻ എന്താണെന്ന് സെലക്ട് ചെയ്യുക, ബിഡ് സെറ്റ് ചെയ്യുക, ബഡ്ജറ്റിങ്ങും റിവ്യൂ ചെയ്യുക, അപ്രൂവ് ചെയ്യുക, ലാസ്റ്റ് മോണിറ്റർ ആൻഡ് ഓപ്റ്റിമൈസേഷൻ. ഇത്രയും സ്റ്റേജുകളാണ് ആഡ് ക്രിയേഷനിൽ വരുന്നത്. ഇനി അത് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ആഡ് ക്രിയേഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. ഒന്ന് റെലവൻറ്റ് ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന, അതായത് എൻകറേജ് യൂസേഴ്സ് ടു ടേക്ക് ദ ഡിസൈർഡ് ആക്ഷൻ. നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസേഴ്സിനെ കൂടി എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ സൈൻ ചെയ്യുക, പുതിയ ന്യൂസ് ലെറ്ററിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് കോൾ ടു ആക്ഷൻ. ഒറ്റ കോളിൽ തന്നെ നമ്മളത് പ്രവൃത്തിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. വിഷ്വൽ അപ്പീൽ ഉണ്ടായിരിക്കുക. വിഷ്വൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആൻഡ് റെലവൻറ്റ് ടു ദ ആഡ്സ് മെസ്സേജ് ടു ക്യാപ്ചർ അറ്റൻഷൻ ഇഫക്റ്റീവ്ലി. എല്ലാവരും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ച് പറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽ അപ്പീൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ? ഗൂഗിൾ ആഡ്സിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി ഉണ്ടായിരിക്കും, ടാർഗറ്റഡ് അഡ്വൈസിങ് ആയിരിക്കും, ആൻഡ് മെഷറബിൾ റിസൾട്ടാണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇതിൽ SEMഉം SMMഉം ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഷോർട്ടസ്റ്റും കാര്യങ്ങളൊക്കെ സെം കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അതേപോലെ വേർഡ്സ് ലൈക്ക് ബെനിഫിറ്റ്സ്, ഇമ്പോർട്ടൻസ്, ഈ കൺസിഡറേഷൻസ്. അപ്പോൾ ആ കാണുന്ന 3 പോയിന്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 3-4 പോയിന്റുകൾ അല്ലെങ്കിൽ 5 പോയിന്റിൽ മാത്രമുള്ള കുറച്ച് കണ്ടന്റുകൾ അവിടെ തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദ കീ ബെനിഫിറ്റ്സ്, ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ്, ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കീ ഫീച്ചേഴ്സ് ഗൂഗിൾ ആഡ്സിൻ്റെ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സെക്ഷൻ ബിയിലൊക്കെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലോങ് എസ്സേയിലേക്ക് വരുമ്പോൾ എസെൻഷ്യൽ സ്റ്റെപ്സും പ്രൈമറി ടെക്നിക്ക് യൂസ് ചെയ്യുന്നതും സെം ടെക്നിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.